ഹല്ലേലൂയ. എന്തൊരു ചങ്കുറപ്പോടെയാണ് പ്രവാചകനായ ഏലീശ ഇത് പ്രഖ്യാപിക്കുന്നത്. ഗഹസി അസ്രിയ പട്ടാളക്കാരേക്കാൾ വലിയ സൈന്യം നമുക്ക് ചുറ്റും പാളയമടിച്ചിട്ടുണ്ട്. ഒരുത്തൻ ചിന്തിച്ചു, ഈ പട്ടാളക്കൂട്ടത്തെ കണ്ട് തന്റെ യജമാനായ ഏലീശായുടെ അവന് ബുദ്ധിഭ്രംശം സംഭവിച്ചു. മാനസിക വിഭ്രാന്തി മൂലം എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഗഹസി ചിന്തിച്ചത്. ഏലീശയ്ക്ക് മനസ്സിലായി, ഇവന് ഉപദേശിച്ചിട്ട് കാര്യമില്ല, ഇവനെ ഈ കാഴ്ച കാണാൻ പറ്റണം. ദൈവം തന്നിരിക്കുന്ന ഈ പ്രൊട്ടക്ഷൻ, ദൈവിക സംരക്ഷണത്തിന്റെ കാഴ്ച ഇവന് ലഭിക്കണം. അത് കാണണമെങ്കിൽ ഇവന്റെ ബാഹ്യമായ കണ്ണുകൾ തുറന്നാൽ പോരാ, ആത്മാവിന്റെ കണ്ണുകൾ പ്രകാശിതമാകണം, ഹൃദയത്തിന്റെ കണ്ണുകൾ തുറക്കപ്പെടണം. ഏലീശ പ്രാർത്ഥിച്ചു, കർത്താവേ, എന്റെ വൃത്തിയായ ഗഹസിയുടെ കണ്ണുകളെ തുറക്കണമേ, അവന്റെ കണ്ണുകളെ തുറക്കണമേ. പ്രാർത്ഥിച്ച നിമിഷത്തിൽ ദൈവശക്തി ഇറങ്ങി, അവന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടപ്പോൾ ഏലീശ വിളിച്ചു പറഞ്ഞു, അയ്യോ, മല മുഴുവൻ രഥങ്ങളും കുതിരകളും നിറഞ്ഞിരിക്കുന്ന ആ കാഴ്ച കണ്ട് ഒരു അത്ഭുതപ്പെടുകയാണ്. കർത്താവിന്റെ സൈന്യം ഇറങ്ങിയിരിക്കുകയാണ്. ആർമി ഓഫ് ദ ലോർഡ്. അസ്രിയ പട്ടാളക്കൂട്ടത്തെക്കാൾ വലിയ സൈന്യനിര ഏലീശയെ ഇതാ വളഞ്ഞ് സംരക്ഷിച്ചിരിക്കുന്നു. ഈ കാഴ്ച കണ്ടപ്പോൾ ഗഹസി അത്ഭുതപ്പെട്ട ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്റെ സഹോദരങ്ങളെ, പലപ്പോഴും നമ്മൾ ഭയചകിതരും അസ്വസ്ഥരും ആകുലചിത്തരുമാകുന്നതിനേക്കാൾ നമുക്ക് ചുറ്റും ദൈവം തീർത്തിരിക്കുന്ന ആ സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് കാണാൻ പറ്റുന്നില്ല. അഭിഷേകത്തിന്റെ കോട്ടകൾ നമുക്ക് ദർശിക്കാൻ പറ്റുന്നില്ല. ഡിവൈൻ പ്രൊട്ടക്ഷൻ, നമ്മുടെ കർത്താവിന്റെ സംരക്ഷണത്തിന്റെ പ്രവർത്തികള് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത്. എന്താ കാരണം? നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടുന്നില്ല. നമ്മൾ പലപ്പോഴും ഹ്രസ്വദൃഷ്ടിയുള്ളവരാണ്. നമ്മൾ അന്ധരാണ്. സഹോദരങ്ങളെ, ഈ ആത്മീയ തകർച്ചയാണ് ഇന്ന് പലപ്പോഴും നമ്മൾ ദുഃഖിതരും നിരാശിതരും വിഷാദികളും ആകുലചിത്തരും അസ്വസ്ഥരും ഭയചകിതരുമായി മാറുന്നതിന് കാരണം ആത്മാവിന്റെ കണ്ണുകൾ പ്രകാശിക്കപ്പെട്ടിട്ടില്ല. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, ഞാൻ മരണനിദ്രയിൽ വീട് പോകാതിരിക്കാൻ എന്റെ ഹൃദയത്തിന്റെ നയനങ്ങളെ പ്രകാശിപ്പിക്കണമേ, എന്റെ ആത്മാവിന്റെ കണ്ണുകളെ തുറന്നു തരണമേ. ഈ ഒരു പ്രാർത്ഥനയോടെ ഈ തിരുവചനത്തിന് അഭിഷേകം നമ്മൾ സ്വീകരിക്കും.